സംവാദങ്ങളുണ്ടാവും. അപ്പോൾ ഇവർ എല്ലാ രാജ്യത്തും പോകും ഈ സംവാദത്തിന്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോയിട്ട് ഒരു പ്രാവശ്യം ബ്രസീലിൽ പോയി. ബ്രസീലിൽ പോയപ്പോൾ കുറേ പേരുണ്ട് അവിടെ, ഇതേപോലെ കൊണ്ടുപോകാൻ ആൾക്കാർ. അപ്പോൾ അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രാജാവും കൂലിക്കാരൊക്കെ അടുത്തടുത്തിരിക്കുക. വ്യത്യാസം രാജാവിന് സെപ്പറേറ്റ് കസേരയൊന്നുമില്ല, ഒക്കെ എല്ലാവരും ഒരു തുല്യരാണ്, എല്ലാവരും ഒരു പോലെയാണ്. അങ്ങനെ ഇവർ പറഞ്ഞു, രാമായണമാണ് ലോകത്ത് വെച്ചിട്ട് ഏറ്റവും നല്ല ഗ്രന്ഥം എന്ന്. ഇത് അവർക്ക് ഇഷ്ടപ്പെടുമോ? അവരുടെ ബൈബിളൊക്കെ ഇല്ലേ? അങ്ങനെ പരിപാടി കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് ഡോറിൻ്റെ അവിടെ ഒരു 5-6 പേര് ഇവരെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, പോകാൻ പറ്റില്ല, നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ രാമായണം ഏറ്റവും നല്ല ഗ്രന്ഥം എന്ന് തെളിയിക്കണം. അപ്പോൾ ഇവരെന്ത് ചെയ്തു? 3 മണിക്കൂർ അവർ ക്ലാസ് എടുത്തു. എന്നിട്ട് എന്താ രാമായണത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണ്? എന്തിനാണ് നമ്മൾ രാമായണം വായിക്കുന്നത്? രാമായണം വായിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണത്തിലാണ് ഏറ്റവും നല്ല ക്യാരക്ടേഴ്സ് ഉള്ളത്. 7 ഗ്രന്ഥം നമ്മൾ എടുത്തോളൂ, രാമായണത്തിൽ പോലെ ഇത്രയും ആ ഭഗവാനോട്, ആ ശ്രീരാമസ്വാമിയോട്, അല്ല ചേട്ടനോട്, അല്ലെങ്കിൽ ഭർത്താവിനോട്, അല്ലെങ്കിൽ ഭഗവാനോട് ഒക്കെ ഇത് കടപ്പെട്ടിട്ട് അത്രയ്ക്കും കടപ്പാട് കാണിക്കുന്ന ഒരു ഗ്രന്ഥം വേറെ ഇല്ലല്ലോ. ഭരതൻ എന്താണ് രാമായണം വേണ്ടത്? ഞാൻ ഭരതൻ്റെ പോലെ ജീവിക്കണം, ഞാൻ ഭരതൻ്റെ പോലെ ജീവിക്കണം. ഹനുമാൻ എന്താണ്? ഹനുമാനെ പോലെ ഒരു ഭക്തനാവണം ഞാൻ, അല്ലേ? ഇതേപോലെ എല്ലാ ക്യാരക്ടേഴ്സും അതിലങ്ങനെയാണോ? നെഗറ്റീവ് ക്യാരക്ടർ ആയാലും പോസിറ്റീവ് ക്യാരക്ടർ ആയാലും അതിനാണ് നമ്മൾ രാമായണം വായിക്കുന്നത്. ആ മനസ്സിൽ തന്നെ വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. സീതാദേവി, എന്താണ് സീതാദേവി? അത്രയും പരിശുദ്ധയാണ്. ആ ഒരു ക്യാരക്ടർ ഇതാണ് നമ്മളുടെ എല്ലാ പുരാണങ്ങളിലും ഉള്ളത്. അപ്പോൾ ഞാൻ ഭഗവത്ഗീതയെ പറ്റി പറഞ്ഞപ്പോൾ 2-3 ശ്ലോകങ്ങളും കൂടി പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നമ്മൾ 2-ാം അധ്യായത്തിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട്, 63-ാമത്തെ ശ്ലോകം. പ്രസാദേ സർവദുഃഖാനേ ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹാസോ ബുദ്ധി പരിവതിഷ്ഠതേ എന്നാണ് പറയുന്നത്, അല്ലേ? പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിക്കാൻ പോണ പ്രസാദം, അല്ലേ? എല്ലാവരും വിചാരിക്കണം ഗുരുവായൂരമ്പലത്തിൽ ഉച്ചയ്ക്ക് കിട്ടില്ലേ പ്രസാദം, അതാണെന്ന്. അതാണോ പ്രസാദം? അതാണോ പ്രസാദം? പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ കൃപ, അതാണ് പ്രസാദം. മേഴ്സി, ഭഗവാന്റെ മേഴ്സിയാണ് പ്രസാദം. അതിൽ തീർത്ഥമുണ്ട്, തുളസിയുണ്ട്, അവിലുണ്ട്, ഭക്ഷണം, ചോറുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, പായസം എല്ലാം ഉണ്ട്. അപ്പോൾ എന്താ വേണ്ടത്? പ്രസാദേ സർവ ദുഃഖാന്. ആ പ്രസാദം ഭഗവാന്റെ കൃപ കിട്ടിയാൽ നമുക്ക് എന്തുണ്ടാവും? സർവ്വ ദുഃഖങ്ങൾക്കും ഹാനി വരുത്തും, അല്ലേ? അപ്പം അതിന് നമ്മളെന്താ ചെയ്യേണ്ടത്? ഭഗവാന് പ്രസാദിപ്പിക്കണ്ടേ? ഭഗവാൻ എന്നോട് സ്നേഹം തോന്നണ്ടേ, അല്ലേ? ഈ ഡോക്ടർ ബാബുവിനോട് സ്നേഹം തോന്നണമെങ്കിൽ എന്ത് വേണം? ഡോക്ടർ ബാബു അതുപോലെ അങ്ങോട്ട് പെരുമാറണ്ടേ? അല്ലാണ്ട് എന്നൊന്ന് സ്നേഹിക്കുന്നു പറഞ്ഞാൽ പറ്റുമോ? അതിന് വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യണം? നമ്മൾ 10-ാം അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, മഹർഷീണാം മൃഗൂരഹം ഒരു ശ്ലോകം പറയുന്നുണ്ട്. അതിൽ പറയണത് 25-ാമത്തെ ശ്ലോകം 10-ാം അധ്യായത്തിൽ. ഞാൻ ഇത് നോക്കാം. യജ്ഞങ്ങളിൽ വെച്ച് ഞാൻ ആരാണ്? തിരുനാമ ജപയജ്ഞം. ഭഗവാന്റെ നാമം ജപിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനം വലിയ യജ്ഞം അതാണ് ഭഗവാൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നാമജപം തുടങ്ങണം. നാമജപം തുടങ്ങുമ്പോൾ എന്ത് തോന്നും നമുക്ക്? നമ്മുടെ തുടക്കത്തിൽ മുതൽ നാമജപം തുടങ്ങുക. നാമജപം തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഹൈ, ഭഗവാൻ നാമം ചൊല്ലുന്നത്, ഇതാരാണ് ഈ ഭഗവാൻ, എന്താണ് അതിൻ്റെ ഗുണം എന്ന് നമ്മൾ അന്വേഷിക്കും, അല്ലേ? ഉറപ്പല്ലേ?
എനിക്ക് ഈ പ്രഭുവിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമല്ല ഞാൻ ആ പ്രഭുവിനെ സ്നേഹിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പോകുന്നതല്ലേ ഈ പ്രഭുവിന്, വളരെ നല്ല പ്രഭുവാണ്, ആ ഡോക്ടർ പ്രഭുവാണ്, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പറഞ്ഞ് സ്നേഹം കാണുമ്പോൾ എനിക്കറിയുള്ളൂ. അതല്ല, അപ്പം എനിക്ക് ഈ പ്രഭുവിന് എനിക്ക് സ്നേഹം തോന്നൂല്ലേ? ഇതല്ല ആ പ്രഭു. അങ്ങനെ ആരും ഒന്നിനും കൊള്ളാത്ത ആളാണ്, അങ്ങനെയാണെന്ന് പറയുമ്പോൾ എനിക്കിഷ്ടപ്പെടില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഭഗവാനെ കുറിച്ച് അറിയുമ്പോൾ നമുക്ക് തോന്നും, ഇതാണോ ഭഗവാൻ, ഇതാണോ ഭഗവാന്റെ മേന്മകൾ എന്ന് നമുക്ക് തോന്നും അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ സ്നേഹിക്കാൻ തോന്നും. അപ്പം എന്ത് വരും? നമുക്ക് അനന്യ ചിന്തയന്തോ മാം യേ ജനാ പരിപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം അല്ലേ? മറ്റുള്ള ചിന്തകളൊക്കെ വിട്ടുകളി, നമ്മൾ മറ്റുള്ള എല്ലാം വിട്ടുകളി. അനന്യ ചിന്തയന്തമായ യേ ജനാ പരിപാസത എല്ലാം വിട്ടുകളഞ്ഞു. ഞാനെന്ത് ചെയ്യും? ഭഗവാനെ മാത്രം പ്രാപിക്കും അല്ലേ? എങ്ങനെ? എന്തുകൊണ്ട്? ഭഗവാനെ കുറിച്ച് അറിയുമ്പോൾ, ഭഗവാന്റെ കഴിവ് അറിയുമ്പോൾ, അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പിന്നെയും തോന്നും എന്തെന്ന്? മദ്ഭക്തോ മധ്യാജി മനസ്സിൽ ഭഗവത്ഗീതയിൽ ഒരു സ്ഥലത്തല്ല 12 സ്ഥലത്തോ 15 സ്ഥലത്തോ എന്നായിരിക്കും എനിക്ക് തോന്നുന്നത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ മാത്രം പൂജിക്കൂ, എന്നെ മാത്രം ജപിക്കൂ, എന്നെ മാത്രം വയ്ക്കുന്നു. ഒരു സ്ഥലത്തല്ല പറഞ്ഞിട്ടുള്ളത്. സതതം കീർത്തനം എന്താണെന്നാണ് 9-ാം അധ്യായത്തിൽ പറയുന്നു. മന്മനാമദ്ഭുക്തോ മധ്യാജിമാന്ന് ഭഗവാൻ സർവധർമാൻ പരിത്യജ്യ മാമേകെന്ന് പറയുന്നു. അങ്ങനെ എത്രയോ സ്ഥലത്ത് ഭഗവാൻ പറയുന്നു, എല്ലാം വിട്ട് എന്നെ മാത്രം ജപിക്കൂ, എന്നെ മാത്രം പൂജിക്കൂ എന്ന് ഭഗവാൻ പറയുന്നില്ലേ? എന്തിനാ ഭഗവാൻ പറയണത്? അതാ നമുക്ക് മനസ്സിലാവാനാണ്. നമുക്ക് നമ്മുടെ തലയിൽ പോകണം, നമ്മൾ തലയിൽ പോകണം. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കുറേ നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന കാര്യമാണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഇന്ന് ഞാൻ മീൻ കൂട്ടി, എനിക്ക് നാമം ജപിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പം പീരിയഡ്സാണ് എനിക്ക് നാമം ജപിക്കാൻ പറ്റില്ല, എനിക്ക് ഞാൻ പെലയാണ് നാമം ജപിക്കാൻ പറ്റില്ല. അല്ല, ഭഗവാൻ പറയണത് എന്താണ് പറയണത്? ഭഗവത്ഗീതയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 9-ാം അധ്യായത്തിൽ സതതം കീർത്തയന്തോ മായതന്തശ്ചാദൃഢവൃത നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്ത ഉപാസതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സതതം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എപ്പോഴും. സതതം കീർത്തയന്തോ മാം, എൻ്റെ കീർത്തികൾ ആലപിക്കൂ. പിന്നെന്താ ലാസ്റ്റ് പറയണത്? നിത്യയുക്ത ഉപാസതേ. എന്ത് പറയണത്? നിത്യവും. ഭഗവാൻ പറഞ്ഞിട്ടില്ല നീ പീരീഡ്സ് ഒന്നും വേണ്ടാന്നോ, അല്ല നീ മീൻ കുട്ടിയൊന്നും വേണ്ടാന്ന് പറയുന്നില്ല. ഉണ്ടോ? ഇല്ല. നമുക്കെല്ലാവർക്കും ഒരു ഭയമാണത്. അപ്പം നമ്മൾ മത്സ്യം കൂട്ടുന്ന ആൾക്കാർ ഇതിനുണ്ടാവില്ല എനിക്ക് തോന്നുന്നത്. മത്സ്യം കൂട്ടുന്ന ആൾക്കാർ നമ്മൾ ഒരു ടേബിളിൻ്റെ അവിടെ നിന്നിട്ട് നമ്മൾ മത്സ്യമൊക്കെ കൂട്ടിയിട്ട് ഊണ് കഴിച്ചിട്ട് നമ്മൾ എണീക്കുക, ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ എണീക്കുന്നു അല്ലേ? എണീക്കുമ്പോൾ എൻ്റെ കാല് പതുക്കെ ആ മേശയുടെ കാലും ഒന്ന് ഉടക്കി, ഒന്ന് മുട്ടി, കുറച്ച് വേദന എടുത്തു. അപ്പോൾ ഞാനെന്ത് പറയും? ഓ കൃഷ്ണ, എൻ്റെ കാല് വേദന എടുത്തല്ലോ എന്ന് പറയോ? അതേത് കൃഷ്ണനാണ്? ഈ കൃഷ്ണൻ തന്നെയല്ലേ? ഗുരുവായൂർ ഇരിക്കുന്ന കൃഷ്ണൻ തന്നെയല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് കൃഷ്ണൻ തന്നെയല്ലോ ആണോ? അപ്പോൾ നമ്മളെ വായയിൽ എന്തുണ്ട്? വായ കഴുകി കളഞ്ഞിട്ടുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ ആണെങ്കിലും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ചിട്ടയോടുകൂടി ചെയ്യുമ്പോൾ അതിന് ഗുണം കിട്ടും അല്ലേ? ഇപ്പോൾ അത് ഡോക്ടർ പ്രഭുവിനോട് പറയാം. ഡോക്ടർ പ്രഭു ഒരു മരുന്ന് എഴുതി കൊടുത്തു. കാലത്ത് 8 മണിക്കൊരു ഗുളിക, 2 മണിക്കൊരു ഗുളിക, 6 മണിക്കൊരു ഗുളിക. ഈ 8 മണിക്കും 6 മണിക്കും വൈകിട്ട് 8 മണി ഗുളിക കഴിക്കുകയാണെങ്കിൽ അതിന് ഗുണം പെട്ടെന്ന് കിട്ടും അല്ലേ? പെട്ടെന്ന് കിട്ടും. ഈ 8 മണി ചിലപ്പോൾ 9 മണിയാവും, ഒരു 10 മണിയാവും. ഗുണം കിട്ടും, പക്ഷെ കുറച്ച് സമയം പിടിക്കും അല്ലേ? ഗുണം കിട്ടാതിരിക്കില്ലല്ലോ. ആ ഗുളികയ്ക്ക് ഗുണം കിട്ടും, അത് കുറച്ച് സമയം പിടിക്കും. അതേപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിട്ടയോട് കൂടിയിട്ട് ശുദ്ധിയോട് കൂടിയിട്ട് ചെയ്യുമ്പോൾ അതിന് ഗുണം കൂടുതൽ കിട്ടും. അതല്ലെങ്കിൽ കുറച്ച് നാൾ പിടിക്കും നിങ്ങൾ ഭക്തനാവാനായിട്ട്. ഓക്കെ, പിന്നെയും ശ്ലോകങ്ങളൊക്കെ ഉണ്ട് ഇതേപോലെ പറയാനായിട്ട്. എന്നാൽ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇനി മറ്റേ ക്ലാസ് എടുക്കാനുണ്ടെങ്കിൽ ഞാൻ നിർത്തിക്കോട്ടെ. ഇനി വേറെ ക്ലാസ് എടുക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടോ? അല്ല, സമയം ഞാൻ കുറച്ചുകൂടി പറയാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. ഉണ്ടോ? ക്ലാസ് എടുക്കുന്നില്ല? ആ ഓക്കെ, അപ്പോൾ വന്നോളൂ. ഞാൻ നിർത്തുകയാണ്. ഇതിൽ നമ്മൾ കുറച്ച് ശ്ലോകങ്ങൾ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ശ്ലോകങ്ങളാണ്. അതുപോലെ 16-ാം അധ്യായത്തിൽ
1, 2, 3, 4 ശ്ലോകത്തിൽ പറയുന്നു. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളത് കൂടുതൽ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ആദ്യത്തെ ശ്ലോകം പറയുന്നത് അഭയം സത്വ സംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി ആനന്ദമത്തെ കാദ്യായസ്തവ ആർജവം എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം പറയുന്നു അല്ലേ. എന്താ ഭഗവാൻ പറയണത്? ഭഗവാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അസൂയ, പിന്നെന്താണ് അഹങ്കാരം, ഗർവ് അല്ലേ. അത് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം തെറ്റാണെന്ന് അല്ലേ. ആർക്കും അറിയാത്ത അസൂയ തെറ്റാണെന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? എല്ലാവർക്കും അറിയാം അസൂയ തെറ്റാണെന്ന്. എന്നാലും ചെറുതായിട്ട് അസൂയ തോന്നാറില്ലേ അല്ലേ? ആരെങ്കിലും തോന്നാത്തവരുണ്ടോ ഇതിൽ? ഇന്ന് അസൂയ തോന്നാറുണ്ടാവില്ല, ഇപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ അതിവിടെ ഭഗവാൻ 16-ാമത്തെ അധ്യായത്തിൽ പറയുന്നു അഭയം സത്വസംശുദ്ധിർ ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനന്ദമസ്തയച്ച സാധ്യായസ്തവ ആർജവം അഹിംസ സത്യമക്രോധ താകചാന്തര അനന്തരം. ഒരു മിനിറ്റ്. പറയുന്നു അഹിംസ സത്യമക്രോധ ത്യാഗശാന്തി ഭൗഷണം ദയാഭൂതേഷു ലോലുപ്തം മാർദ്ദവം ഹ്രീരചാപലം തേജ ക്ഷമാധൃതി സൗജമ ദ്രോഹോനാദിമാനിത ഭവന്തി സമ്പദം ദേവി അഭിജാതസ്യ ഭാരത. ഭഗവാൻ പറയണം. എന്താ പറയണത്? ഇങ്ങനെയുള്ള കുറേ അസുഖങ്ങളുണ്ട് ഇവിടെ നമുക്കെല്ലാവർക്കും. ആര്? അസൂയുണ്ട്, ഗർവുണ്ട്, വേദം പഠിക്കാതിരിക്കണത്, ഇതൊന്നും നമുക്ക് പറ്റില്ല എന്ന് പറയും. എനിക്ക് അസൂയുണ്ട്, അതൊക്കെ ഞാൻ പറ്റില്ല, ഞാൻ പണക്കാരനാണ്, ഞാൻ വലിയ അറിവുള്ള ആളാണ്, അങ്ങനെയാണ്, ഞാൻ വലിയ ഡോക്ടറാണെന്നൊക്കെ ചിലപ്പോൾ പ്രഭു പറയും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇതൊക്കെ പറയും. ഭഗവാൻ പറഞ്ഞത് ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ ആരാണെന്നറിയോ? ആരാ? ഇവരൊക്കെ അസുര ഗുണമുള്ളവരാ. അപ്പം നമുക്ക് അസുരനാവണോ? ഇതിൽ പറയണത് ഇവരൊക്കെ ഇതെല്ലാം ദിവ്യപ്രകൃതിയാൽ അനുഗ്രഹ ദൈവികതയുള്ള ഗുണമാണ്. ഇതുള്ളവർ ഇതില്ലാത്തവർ മുഴുവൻ ആരാണോ? അസുര ഗുണമുള്ളവരാണ്. അപ്പോൾ ഈ മാതാജിക്ക് ഈ പ്രഭുവിനോട് ഒരു അസൂയ തോന്നുക. എന്തായാലും നല്ല ഷർട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ടല്ലോ എന്ന് അസൂയ തോന്നിയാൽ അപ്പോൾ മാതാജിക്ക് ഓർമ്മ വരും, അയ്യോ കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ പ്രഭു പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്? ഭഗവാൻ ഭഗവത്ഗീതയിൽ 16-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്? അസൂയ അസുരൻ. അപ്പം എനിക്ക് അസുരനാവണ്ട അല്ലേ? ശരിയല്ലേ? ഗർവ് വലിയ ആളാണോ? വലിയ പണക്കാരനാണ്, വലിയ പൈസക്കാരനാണ്, അല്ലെങ്കിൽ വലിയ അറിവുള്ള ആളാണ് എന്നൊക്കെ പറയും അല്ലേ? ഒരു അറിവും ഇല്ല. നമുക്കൊക്കെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇവിടെ നിങ്ങൾക്ക് 100% വലിയ ആൾക്കാർക്ക്? ഇപ്പം നമ്മുടെ ഗുരുമഹാരാജന് തന്നെ ചിലപ്പോൾ പറയാൻ പറ്റില്ല എന്തെന്ന് 100% ഞാൻ ഭഗവത്ഗീത പഠിച്ചു. കിട്ടില്ല, പറ്റില്ല. നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കിക്കോളൂ, 100 പ്രാവശ്യം നിങ്ങൾ ഭഗവത്ഗീത പഠിച്ച് മനസ്സിലാക്കിക്കോളൂ. ഞാനൊക്കെ 100 അതിന് കൂടുതൽ ഞാൻ പഠിച്ചിട്ടുള്ള മനുഷ്യനാണ്. ഭഗവത്ഗീത ദിവസം ഞാൻ ഓരോ അധ്യായങ്ങൾ പഠിച്ചിട്ട് കാലം ഉണ്ടായിരുന്നു. അതെ, ഞാനിപ്പോഴും 10% 20% പറ്റില്ല. അത്രയ്ക്ക് വലിയൊരു പുസ്തകമാണിത്. നിങ്ങൾ മനസ്സിലാക്കും തോറും കൂടുതൽ മനസ്സിലാക്കേണ്ടി വരും. വളരെ ചെറിയ ശ്ലോകങ്ങളാണ് ഇതിൽ പറയണത് അല്ലേ? എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് പറയണത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് തറവാക്കുക. അപ്പോൾ അതിനോടൊപ്പം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഭാഗവതം പഠിക്കാനായിട്ടുള്ള താല്പര്യം വരും, ഭഗവാനെ കുറിച്ച് അറിയാനുള്ളപ്പോൾ താല്പര്യം വരും അല്ലേ? അങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ ഭാഗവത മഹാത്മ്യത്തിൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ ദുന്ദുകാരിയുടെയും ഗോകർണൻ്റെയും ഒരു കഥ പറയുന്നുണ്ട് അല്ലേ? ദുന്ദുകാരിയുടെ ആത്മദേവന് അറിയോ ആ കഥ? അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അറിയാത്തവർ എല്ലാവർക്കും അറിയാം. അത് ആത്മദേവൻ്റെ കഥ അല്ലേ? ആത്മദേവനൊരു നല്ലൊരു ബ്രാഹ്മണനായിരുന്നു. ആത്മദേവന് മക്കളില്ല, ഭയങ്കര ദുഃഖം. മക്കളില്ല, ഉണ്ട് ദുഃഖം. മക്കൾ വേണമെന്നുള്ള ആഗ്രഹിച്ചു. അപ്പം നമ്മൾക്ക് എന്ത് ഭഗവാൻ തരുന്നുവോ അത് നമ്മൾ സ്വീകരിക്കുക വേണ്ടത്. അത് നമ്മൾ സ്വീകരിക്കും. ഇപ്പം ഇന്നല്ല ഇവിടെ എന്നോട് പ്രഭു പറഞ്ഞു,
പൂർവ്വ ജന്മത്തിൻ്റെ കർമ്മം കൊണ്ട് എനിക്കിപ്പോൾ നല്ല സുഖമാണെന്നോ? ശരിയാണോ? പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മം കൊണ്ട് എനിക്കിപ്പോൾ സുഖമാണ്, അല്ലേ? എല്ലാവരും അങ്ങനെയാണത്. അപ്പോൾ ആ ഒരു ചിന്ത നമുക്ക് വരുമ്പോൾ എന്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെ ആത്മദേവൻ പറഞ്ഞു മക്കൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആത്മദേവന് മക്കൾ ഞാൻ ആത്മദേവൻ ആത്മഹത്യ പോയി. അപ്പോൾ ആ നേരത്തെ ഒരു സന്യാസിയെ കാണുന്നു. സന്യാസി എന്താണെന്ന് ചെയ്യുന്നത് വെച്ചു, എനിക്ക് ജീവിക്കാൻ പറ്റില്ല പറഞ്ഞു. അങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ സന്യാസി നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് ഈ ജന്മത്തിൽ കുട്ടികളുണ്ടാവില്ല. ഓക്കെ, അല്ല പറഞ്ഞു, പറ്റില്ല, എനിക്ക് വേണം കുട്ടി, നിർബന്ധമാണെന്ന് പറഞ്ഞു. ഞാൻ നിർത്തണമെന്ന് പറയാനായിട്ട് പ്രഭു, എപ്പോഴും നിർത്തണം. ഞാൻ അപ്പോൾ പറഞ്ഞു എനിക്ക് കുട്ടികൾ വേണമെന്ന് പറഞ്ഞു, നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാമ്പഴം കൊടുത്തു. ഇത് കൊണ്ടുപോയിട്ട് ഭാര്യയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ആർക്ക്? ദുന്ദുകി. ഭാര്യ ദുന്ദുകി, അല്ലേ? ദുന്ദുകിന് ഭാര്യയുടെ പേര്. ദുന്ദുക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഭാര്യയാണെങ്കിൽ നമ്മുടെ മോഡേൺ പെൺകുട്ടികളെ പോലെയാണ്. ശരീരം വലിഞ്ഞാൽ ബുദ്ധിമുട്ട്, വയറ് വീർത്താൽ ബുദ്ധിമുട്ട്, അപ്പോൾ ഭംഗി പോവില്ലേ? അടുത്ത് മോഡേണായിട്ടുള്ള കുറേ കുട്ടികളൊക്കെ അങ്ങനെ പറയും, എനിക്കതൊന്നും പറ്റില്ല എന്നറിയാം. അവർക്ക് അവരുടെ ഗ്ലാമർ കളയാൻ അവർക്ക് ഇഷ്ടമില്ല. അങ്ങനെയാണ് ആ സ്ത്രീ. അപ്പോൾ ആത്മദേവൻ എന്ത് ചെയ്തു, ഈ മാമ്പഴം അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഭാര്യയോട് പറയും ഒരു ചെറുതായിട്ടൊരു വ്രതം എടുക്കണം എന്ന് പറഞ്ഞു. ഒരു നാമജപമൊക്കെ വേണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. കൊണ്ട് കൊടുത്തപ്പോൾ ഭാര്യ എന്ത് ചെയ്തു, ഇത് കഴിച്ചാൽ ഞാൻ ഗർഭിണിയാവും, ഗർഭിണിയായ എൻ്റെ വയറൊക്കെ വെറുക്കും, കുട്ടിക്ക് പാൽ കൊടുക്കണം, എൻ്റെ ശരീരത്തിൻ്റെ ഭംഗി പോവും, വേണ്ടാന്ന് പറഞ്ഞിട്ട് അനിയത്തിയോട് ചോദിക്കും. അതിന് ഞാൻ എന്താണ്ട് ചെയ്യാമെന്ന് ചോദിക്കും അനിയത്തിയോട്. അനിയത്തി പേടിക്കണ്ട, ഞാൻ ഗർഭിണിയാണോ, ഞാൻ 2 മാസം കഴിഞ്ഞാൽ പ്രസവിക്കും, 10 മാസം കഴിഞ്ഞാൽ പ്രസവിക്കും. ഞാൻ പ്രസവിക്കുമ്പോൾ ആ കൊച്ചിന് ചേച്ചിക്ക് തരാം, എൻ്റെ ഭർത്താവിന് കുറച്ച് കാശ് കൊടുത്താൽ മതി, തരാം. എന്നിട്ട് പറഞ്ഞാൽ എൻ്റെ കുട്ടി മരിച്ചു പോയി, ചേച്ചിയുടെ കുട്ടിയാണെന്ന് പറഞ്ഞ് ചേച്ചി വളർത്തിക്കൊന്നു. ഓ, സന്തോഷമായി. ഈ മാമ്പഴം കൊണ്ടുപോയിട്ട് ആർക്ക് കൊടുക്കും? ഈ പശുവിന് കൊടുക്കും. ആര്? ഈ സ്ത്രീ. 10 മാസം കഴിഞ്ഞു, 9 മാസം കഴിഞ്ഞു, ചേച്ചി അവിടെ അനിയത്തി പ്രസവിച്ചു, ഇവിടെ പശുവും പ്രസവിച്ചു. പശു പ്രസവിച്ചപ്പോൾ കുട്ടിക്ക് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, പശുക്കുട്ടിയല്ല മനുഷ്യക്കുട്ടി പ്രസവിച്ചത്. അപ്പോൾ പശുവിൻ്റെ ഒരു ഗുണം ആ കുട്ടിക്ക് കിട്ടി, എന്ത്? ചെവി. പശുവിൻ്റെ ചെവി ആ കുട്ടിക്ക് കിട്ടി. പിന്നൊക്കെ മനുഷ്യൻ്റെ ഇതിനാണ്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയുടെ പേര് ഗോകർണൻ എന്ന് പറഞ്ഞു. മനസ്സിലായ? അതായത് പശുവിൻ്റെ കർണം പോകുന്നുണ്ട്. ആ ഗോകർണനാണെങ്കിൽ ഭയങ്കര ഭക്തനാണ്, വേദാന്ത്യ, വേദമെല്ലാം പഠിച്ച് ഇതാണ്. ഈ അനിയത്തിയുടെ കുട്ടിയുടെ പേര് ദുന്ദുകാരി. ദുന്ദുകാരി ആണെങ്കിൽ ഭയങ്കര തെമ്മാടി, എല്ലാ ചീത്ത കാര്യങ്ങളും ചെയ്യുന്ന ഒരു തെമ്മാടിയായി. അങ്ങനെ വലുതായി എന്തു ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ ഈ അച്ഛനെ അമ്മേനെയൊക്കെ ഉപദ്രവിച്ചു തുടങ്ങി. നമ്മുടെ ഭാഗവത്തിലൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഒരു അധ്യായത്തിൽ പറയുന്നുണ്ട്, 7-ാം അധ്യായമാണെന്ന് എനിക്ക് സംശയം. നമ്മൾ ബ്രാഹ്മണനെ തല്ലുന്ന, പശുവിനെ തല്ലുന്ന അതേ പാപമാണ് നമ്മൾ നമ്മുടെ അമ്മയെയും അച്ഛനെയും വേദനിപ്പിച്ചാൽ. ഭാഗവത്തിൽ പറയുന്നുണ്ടത്. പശുവിനെ തല്ലുന്നതും ബ്രാഹ്മണനെ തല്ലുന്നതും പാപമുണ്ടല്ലോ, അതേ പാപമാണ് നമ്മൾ നമ്മുടെ അച്ഛനമ്മേനെയും. അപ്പോൾ നമ്മുടെ അച്ഛനമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനമ്മ, എൻ്റെ അച്ഛൻ്റെ ഭാര്യയുടെ അച്ഛനും നമ്മൾ അച്ഛനെ വിളിക്കുന്നത്. അപ്പോൾ അതൊക്കെ അച്ഛനമ്മയാണ്. എൻ്റെ അമ്മായിമ്മ എന്ന് പറയില്ലേ, അത് എൻ്റെ അമ്മയാണ്. ആ ഇവരെ നമ്മൾ 4 പേരും നമ്മൾ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രഹ്മഹത്യാ പാപം എന്ന് പറയില്ലേ. അത് അപ്പം അങ്ങനെയാണത് പറയണത്. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ആകെ ഒരു കാര്യത്തിന് മാത്രമേ നമുക്ക് അമ്മേനെ അച്ഛനെയും എതിർക്കാൻ പറ്റുള്ളൂ എന്നാണത്. എന്തിനാ എതിർക്കാൻ പറ്റുന്നത്? ആദ്യം പറഞ്ഞാലോ എല്ലാം പറഞ്ഞാൽ മതി. അച്ഛൻ ഞാൻ അമ്പലത്തിൽ പോകണം, അച്ഛൻ പറ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ പോവാം, അത് കുഴപ്പമില്ല. ഞാൻ ഭാഗവതം പഠിക്കണം, പഠിക്കാൻ പോകുന്നു പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞാൽ അല്ല ഞാൻ പോവും, അവിടെ പാപം കിട്ടില്ല.
ആ ഒരു കാര്യം മാത്രത്തിൽ ആ ഒരു കാര്യത്തിൽ മാത്രമേ പാപം കിട്ടാത്തുള്ളൂ, പിന്നെയുള്ളവർക്ക് പാപം കിട്ടും എന്നുള്ളത്. അപ്പം ഇവിടെ ഈ ദുന്ദുകാരി ഈ ആത്മദേവനെയും ഭാര്യയെയും ദുന്ദുകയെയും ഉപദ്രവിച്ച് തുടങ്ങി തല്ലും ഒക്കെ, സ്വത്തുകളൊക്കെ വിറ്റു, എല്ലാം നശിപ്പിച്ചു എല്ലാം. അപ്പം ഗോകർണൻ എന്ത് ചെയ്തു? ദേശാടനം, ഈ വേദങ്ങൾ മുഴുവൻ പഠിച്ചിട്ട് ലോകം മുഴുവൻ കറങ്ങുക, പ്രഭാഷണം കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഗോകർണൻ പോയി. അങ്ങനെ ഈ അച്ഛനും അമ്മേനെയും ഉപദ്രവിച്ചു ഇതൊക്കെ ആയി കുറേ കഴിഞ്ഞ് അപ്പോൾ ഈ ഗോകർണൻ വന്നപ്പോൾ ഗോകർണൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അച്ഛൻ പൊക്കോടുന്നു, അച്ഛൻ ഇവിടുന്ന് രക്ഷപ്പെടും, ഒരു ബന്ധം കാണല്ലേ, ഇത് മകനാണ് എന്നുള്ളൊരു ബന്ധം നിങ്ങൾ കാണല്ലേ. കാരണം നമുക്ക് ബന്ധം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ അച്ഛൻ്റെ മകൻ, അടുത്ത ജന്മത്തിൽ വേറെ അച്ഛൻ്റെ മകനായിരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഈ അച്ഛൻ അവിടെ നിന്ന് ഉപേക്ഷിച്ച് പോയി, വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ച് പോയി, കാട്ടിൽ പോയി. അമ്മ ഇതേപോലെ എന്നെ ബുദ്ധിമുട്ടിച്ചു, അമ്മേനെ തല്ലുന്നതൊക്കെ. അപ്പോൾ അമ്മ കിണറ്റിൽ ചാടി അമ്മ മരിച്ചു. പിന്നെ ഈ സ്ത്രീകൾ എന്ത് ചെയ്യും? എല്ലാ ദിവസവും കക്കാൻ പറയും പോയിട്ട്, എനിക്ക് ആ സ്വർണം വേണം, എനിക്കിന്ന് ഇത്ര കാശ് വേണം. കുറച്ച് വേശ്യ സ്ത്രീകളെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുക വീട്ടിൽ, ആരുമില്ലല്ലോ, അച്ഛനമ്മയൊക്കെ പോയില്ലേ. അങ്ങനെ താമസിപ്പിച്ചിട്ട് അവർ പറയും സ്വർണം വേണം, കാശ് വേണം പറയും. അങ്ങനെ ഇവൻ പോയിട്ട് കട്ടുണ്ട് വരും. ഇവൻ ജീവൻ പണയം വെച്ചിട്ട് പോയി കട്ടിട്ട് കൊണ്ടുവന്ന് കുറേ ആയപ്പോൾ ഇവർക്ക് തന്നെ സംശയമായി, ഇനിയിപ്പോൾ രാജാവ് അങ്ങനെ ഇവരെ പിടിച്ചാൽ നമ്മളൊക്കെ പോണ്ടി വരില്ലേ, ഈ സ്വർണം മുഴുവനും പോണ്ടി വരില്ലേ, രാജാവ് ഒരു ദിവസം പിടിക്കുകയാണെങ്കിൽ നമ്മളെ സ്വർണ്ണമൊക്കെ പോണ്ടി വരില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുമ്പോൾ തീരുമാനിക്കുമ്പോൾ ഇവനെ കൊല്ലാന്ന് പറയും. അങ്ങനെ ഇവനെ കൊല്ലും. അപ്പോൾ അകാല മൃത്യു എന്ന് പറയും അല്ലേ. അകാല മൃത്യു എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ജനിച്ചു വരുമ്പോൾ നമുക്കൊക്കെ ഒരു കണക്കുണ്ട്. എന്തിൻ്റെ കണക്കാണ്? ശ്വാസത്തിൻ്റെ കണക്കുണ്ട് അല്ലേ. അത് പ്രകാരമാണ് നമ്മളുടെയൊക്കെ ജീവിതം വരുന്നത്. അപ്പോൾ എനിക്ക് 10,000 ശ്വാസമാണുള്ളത്, അല്ലെങ്കിൽ 50 വയസ്സ് വരെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 40 വയസ്സിൽ ആത്മഹത്യ ചെയ്താലോ, അല്ലെങ്കിൽ അങ്ങനെ സ്വയഷ്ടത്തിന് മരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ദുർമരണം എന്ന് പറയില്ല. എന്ന് വരുമ്പോൾ ഈ 10 കൊല്ലം എനിക്ക് വേറെ സ്ഥലം കിട്ടില്ല. ഈ ആത്മാവ് പോയിട്ട് വേറൊരു ശരീരത്തിൽ കയറണ്ടേ. അപ്പോൾ എന്ത് ചെയ്യും? ഈ 10 കൊല്ലം ഇവൻ എന്ത് ചെയ്യും? ഇയാൾ പ്രേതമായിട്ട്, അത് നമ്മൾ പ്രേതം എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് പ്രേതം. പ്രേതമായിട്ട് ഇങ്ങനെ കറങ്ങുന്ന സ്ഥലമില്ല. അവിടെ എന്ത് ചെയ്യും? നമ്മൾ ചില സ്ത്രീകളിലൊക്കെ കാണാം ഈ 2 സംസാരം. ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, 2 സംസാരം അല്ലേ. എന്താണ്? ഈ മനസ്സ് വീക്കായിട്ടുള്ള മനസ്സുണ്ടല്ലോ, ആ മനസ്സിൽ രണ്ടാമത്തെ മനസ്സിൽ കയറിയിരിക്കും. അപ്പോൾ ഇടയ്ക്ക് അവർ വർത്തമാനം പറയും, ഇടയ്ക്ക് നമ്മൾ വർത്തമാനം പറയും. നമ്മളൊരു സിനിമ പഠിച്ചിട്ടില്ലേ, ഏതൊരു ശോഭന പറയണത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയല്ലേ, ഇതാണ് സത്യം. അപ്പം ഇവിടെ ഈ ദുന്ദുകാരിനെ ഇവർ കൊന്നു, ഈ വേശ്യകൾ. അപ്പോൾ ദുന്ദുകാരിക്ക് വേറെ സ്ഥലമില്ല, കയറിപ്പോകാൻ സ്ഥലമില്ല. ദുന്ദുകാരി ഇങ്ങനെ കഷ്ടപ്പെട്ട് നോക്കാം. ഭക്ഷണം കിട്ടാനില്ലല്ലോ. ആത്മാവായാലും ഭക്ഷണം വേണ്ടേ. നമ്മൾ 15 ദിവസം ബലിയിടുന്നൊക്കെ ഇല്ലേ, അത് ആത്മാവിന് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമാണത് ഇല്ലേ. മരിച്ചു കഴിഞ്ഞാൽ 14 ദിവസം ബലിയിടുന്നില്ലേ, അതൊക്കെ നമ്മൾ ആത്മാവിന് കൊടുക്കണതാണ്. അങ്ങനെ ഈ ദുന്ദുകാരി ഇങ്ങനെ കറങ്ങുക, ഒരു രക്ഷയില്ല, സങ്കടപ്പെട്ട് കറങ്ങുക. അങ്ങനെ ഒരു ദിവസം നമ്മൾ ആത്മദേവൻ പോയി, അവരൊക്കെ പോയി. ഈ ഗോകർണൻ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ വാതിലും മുട്ടും. ആരാ മുട്ടണം നോക്കുമ്പോൾ ആരെ കാണാനില്ല. അങ്ങനെ ഈ ദുന്ദുകാരി പറയും, ചേട്ടാ ഞാനാണോ, എനിക്ക് ഒരു രക്ഷയില്ല, എനിക്ക് എവിടെ ഇരിക്കാൻ സ്ഥലമില്ല, എനിക്ക് ഭക്ഷണമില്ല, എന്നെന്താ ചെയ്യുക, എന്നെ രക്ഷപ്പെടുത്താനായിരിക്കും. പറയും ഒരു വഴിയുള്ളൂ എന്നറിയും. എന്താണ് വഴി? ഭാഗവത സപ്താഹം കേൾക്കുക, വേറെ ഒന്നുമില്ല, ശ്രവണം അല്ലേ. നമുക്ക് നവവിധ ഭക്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ശ്രവണം അല്ലേ. പിന്നെയാണ് കീർത്തനം വരുന്നത്. അങ്ങനെ എന്ത് ചെയ്യും? ഈ ഗോകർണൻ സപ്താഹം നടത്തും. സപ്താഹം നടത്തിയിട്ട് ഈ ദുന്ദുകാരി, അപ്പോൾ എല്ലാവരും വന്ന് കേൾക്കും. അങ്ങനെ ദുന്ദുകാരിക്ക് മോക്ഷം കൊടുക്കും മാത്രം, മറ്റൊരു കിട്ടില്ല. അപ്പോൾ മറ്റൊരു ചോദിക്കും, എന്താ മറ്റൊരു കിട്ടാതെ, എന്താ ഞങ്ങൾക്ക് കിട്ടാത്തതെന്ന് ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ? ഗോകർണൻ പറഞ്ഞ എന്താ കാരണം? പറഞ്ഞത്
ദുന്ദുകാരിക്ക് മോക്ഷം കിട്ടണമെന്ന് ദുന്ദുകാരിയുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ദുന്ദുകാരി എന്ത് ചെയ്തു? വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്, വളരെ ഇതോട് കൂടിയിട്ട് സപ്താഹം കേട്ടു. നിങ്ങളൊക്കെ ഒഴിവുള്ളപ്പോൾ വന്ന് കേട്ടതാണ് അല്ല, ഇത് ഭാഗവത മഹാത്മ്യത്തിലുള്ളതാണ്. പത്മപുരാണത്തിലത്തെ ഒരു അധ്യായമാണത്. അപ്പം അതിൽ പറഞ്ഞത് നിങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ വന്ന് കേട്ടു, വെറുതെ ഇരിക്കില്ല, അപ്പോൾ വന്ന് കേട്ടു. ദുന്ദുകാരിക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ദുന്ദുകാരിക്ക് മോക്ഷം കിട്ടി. എങ്ങനെ മോക്ഷം കിട്ടിയത്? ആ സപ്താഹ ശ്രവണം കൊണ്ട്. അപ്പോൾ നമ്മൾ ഭഗവാന്റെ നാമം കേൾക്കുക, ശ്രവിക്കുക. നമ്മൾ ലിഖിതം എഴുതുന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിലൊക്കെ എന്താ വെച്ചാൽ 2 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനം. മൂന്നാമത്തെ കാര്യം എഴുതൽ. ഒന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഞാൻ കേട്ടു, പിന്നെ ഞാൻ എഴുതുന്നു. അപ്പോൾ ലിഖിതത്തിന് പ്രത്യേകത ഉണ്ടെന്നാണ് പറഞ്ഞത്. 3 കാര്യം ഒരുമിച്ച് നടക്കും. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്. ഈ പ്രസാദം, ഭഗവാന്റെ പ്രസാദം, ഭഗവാന്റെ പ്രസാദം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ. പ്രസാദേ സർവ്വദുഃഖാനെ അനിരക്ഷേപജായതേ എന്ന് പറഞ്ഞിട്ട് ശ്ലോകം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ കുറേ ശ്ലോകങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാം പ്രധാനപ്പെട്ടതാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ചരണം വ്രജ. എല്ലാം ത്യജിച്ചിട്ട് നീ എന്നിൽ ശരണം പ്രാപിക്കൂ. പിന്നൊരു ശ്ലോകം 9-ാം അധ്യായത്തിൽ പറയുന്നു. എന്താണ്? 30-ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. അഭിജയസുദുരാചാരോ എന്ന് പറഞ്ഞ ശ്ലോകം മാമനന്യ ഭാഗവത് ശ്ലോകം പറയുന്നുണ്ട്. ഇനി അഥവാ നീ ഒരു തെറ്റ് ചെയ്തു, ഒരു ഭയങ്കരമായ തെറ്റ് ചെയ്തു, പക്ഷേ എന്നിൽ ശരണം പ്രാപിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ ആരായിട്ട് കാണും? യോഗിയായിട്ട് കാണും. എന്ന് വെച്ചിട്ട് എന്നും തെറ്റായിട്ട് വീണ്ടും വീണ്ടും കൃഷ്ണ അതല്ല കേട്ടോ. അഥവാ നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഭഗവാൻ അത്രയ്ക്ക് ഫ്രീ ആണോ? ഭഗവാൻ കരുണയുടെ കാര്യത്തിൽ കാരുണ്യവാനാണ് അല്ലേ? ഭഗവാൻ കാരുണ്യവാനാണോ? കരുണ അത്രയ്ക്ക് ഫ്രീ ആണ്. ഒരാൾ തെറ്റ് ചെയ്തു, ഭഗവാൻ പറഞ്ഞ് എൻ്റെ അടുത്ത് വരൂ, ഞാൻ തരാം എനിക്ക്. ഇതൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ, ഞാൻ ക്ലാസ്സൊക്കെ എടുക്കാറുണ്ട്. ഇതേപോലെ എല്ലാവരും കുറച്ച് ആൾക്കാർ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നതിന് 2-3 പ്രാവശ്യം എടുത്തിട്ട് അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങളെ പറ്റി. ഇനി ശ്ലോകങ്ങൾ കുറേ ഉണ്ട് നമുക്ക്. ഭഗവത്ഗീത ഒരു ദിവസം മുഴുവൻ പറഞ്ഞിരുന്നാലും അതിൻ്റെ ശ്ലോകങ്ങൾ കഴിയില്ല അല്ലേ? 700 ശ്ലോകങ്ങളിൽ 600 ചില ശ്ലോകങ്ങൾ ഭഗവാന്റെ തന്നെ ഉപദേശങ്ങളുണ്ട്. യോഗിനാമി സർവേഷം, അതൊക്കെ ഭയങ്കര പ്രധാനമാണ്. അവിടെ എല്ലാം മറക്കൂ. ഭഗവാൻ പറഞ്ഞത് നിങ്ങളെല്ലാം മറക്കാനാണ് പറയണത്. മനസ്സിലെപ്പോൾ ആത്മാനാണ് മനസ്സിലെപ്പോഴും തന്നെ വെക്കൂ. പിന്നെ ഒരു ശ്ലോകത്തിൽ പറയുന്നു, ഇതിൽ 8-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ധകാലേജ മാമേവ സ്മരണം കുത്വാ കളേവരം എന്ന് പറയല്ലേ. എന്താണ് പറഞ്ഞത്? അവസാന കാലത്ത് എന്നെ ഓർത്താൽ നീ എൻ്റെ കൂടെ പോരും. അവസാന കാലത്ത് നമ്മൾ പാറ്റേനെ ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ പണം വയ്ക്കുന്ന പെട്ടിയിൽ പാറ്റയായിട്ട് അടുത്ത ജന്മത്തിൽ ജനിക്കും. എപ്പോഴും കാണാമല്ലോ, പണത്തിന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ. അതെ, അപ്പം നമ്മൾ അന്ധകാലേജ മാമേവ. അപ്പം ഇതിനു വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത്? എനിക്ക് എപ്പോഴും ഒരു കാര്യം ഓർമ്മ വരണം. എങ്ങനെ ഓർമ്മ വരാം? ഞാനതിനെ ചിന്തിക്കുമ്പോഴല്ലേ. അപ്പം എനിക്ക് എപ്പോഴും ഓർമ്മ വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? ഭഗവാനെ കുറിച്ച് കൂടെ ഓർക്കുക. കൃഷ്ണ 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 എന്ന് ഓർത്തോളൂ. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? ഇത് കാരണം നമ്മളെ എല്ലാവരും പറയും, നമുക്ക് എന്താ പറയാ, അമിതമായാൽ അമൃതവും വിഷം. ശരിയല്ലേ? എല്ലാ കാര്യത്തിലും അങ്ങനെയാണോ? എല്ലാ കാര്യത്തിലും അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരു കാര്യത്തിൽ മാത്രം വിഷമാവില്ല, ഉണ്ടോ? ഭഗവത് ഭക്തിയിൽ നിങ്ങളൊരു കുട്ടിയെ കൂടുതൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ചിലപ്പോൾ ചീത്തയാവുമെന്ന് അറിയും. ആ കുട്ടിയെ അവിടെ അതിനെ സ്നേഹിച്ച് കുട്ടിയെ ചീത്തയാക്കിയെന്ന് അറിയും അല്ലേ? ഭർത്താവിനെ സ്നേഹിച്ചിട്ടും ചീത്ത പറയും. എന്ത് കാര്യം? സാമ്പാറിൽ ഇത്തിരി പായസം കൂടിയാൽ, ഇത്തിരി പുളി കൂടിയാൽ സാമ്പാർ പോയി.
പായസത്തിൽ മധുരം കൂടി തൊരു മധുരമാണത് എന്ന് പറയില്ലേ. അപ്പം ഇതൊക്കെ മോശമാണ്. പക്ഷേ ഭക്തി കൂടിയാലോ നിർത്താം. ഭക്തി കൂടിയാലോ ആരെങ്കിലും മോശമായെന്ന് പറയോ? ചിലർ പറയും ഭ്രാന്തായെന്ന്. അത് വെറുതെ പറയണം. ഭക്തി കൂടി ഒരിക്കലും ഭ്രാന്താവില്ല. അതൊക്കെ കപട ഭക്തിയാണത്. ശരിയായിട്ട് ഭക്തി എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് വരില്ല. മനസ്സിലായോ? അതാണ് ഭക്തി. അപ്പം അങ്ങനെ ഭക്തി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് അമിതമായാൽ അമൃതം വിഷമാവില്ല. പിന്നീടെല്ലാം അമൃതം വിഷമാവും. എന്തിൽ? ഭക്തിയിൽ. നിങ്ങൾ എന്തോരം ഭക്തി ചെയ്തോളൂ. ഇല്ല. ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പം നിർത്താം കേട്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് പറഞ്ഞു തന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റുണ്ടായിരിക്കാം. ഞാൻ പഠിച്ചത് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. തെറ്റുണ്ട്